ഹലോ, എല്ലാവർക്കും മിഡ് പോയിൻ്റ് ഹൗസ് എന്നുള്ള ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ഉപ്പുമാവാണ് ചെയ്യാൻ പോകുന്നത്. ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റവ വെച്ചിട്ടല്ല ഉപ്പുമാവ് ചെയ്യാൻ പോകുന്നത്, ഓട്സ് വെച്ചിട്ടാണ്. അതിവിടെ പ്രത്യേകം എടുത്ത് പറയട്ടെ. അതുപോലെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ മിഡ് പോയിൻ്റ് ഹൗസ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യമായിട്ട് ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് റോൾഡ് ഓട്സ് 1 കപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തുടർച്ചയായിട്ട് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കാം. മറ്റുള്ള സാധാരണ ഓട്സിനേക്കാളും റോൾഡ് ഓട്സാണ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ്. ഓട്സ് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം ഇത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അതേ പാനിൽ തന്നെ വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ നെയ്യ് എന്നിവ ഒഴിച്ചു കൊടുക്കും. ഇനി ഇത് നന്നായി ചൂടായി വരുമ്പോൾ കടുക് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. കടുകെല്ലാം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉഴുന്ന് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉഴുന്ന് ഇട്ടതിന് ശേഷം കാഷ്യൂ നട്ട് 2 ടേബിൾ സ്പൂൺ, ഉണക്കമുളക് 2 എണ്ണം ചെറുതായി കട്ട് ചെയ്തത്, 1 ഇഞ്ചിയുടെ കഷ്ണം ചെറുതായി ചോപ്പ് ചെയ്തത്, പച്ചമുളക് 1 എണ്ണം ചോപ്പ് ചെയ്തത്, 2 തണ്ട് കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടി 10 സെക്കൻഡ് നേരം മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തത്, ക്യാരറ്റ് ചോപ്പ് ചെയ്തത് 1/4 കപ്പ്, ബീൻസ് ചോപ്പ് ചെയ്തത് 1/4 കപ്പ്, ഉപ്പ് 1/4 ടീസ്പൂൺ. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം 3-4 മിനിറ്റ് നേരമാണ് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കേണ്ടത്. ഇപ്പോൾ 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ നെയ്യ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. സാധാരണ ഓട്സ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ വെള്ളം ഇതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ. ഇനി തീ കൂട്ടി ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. ഇനി ഇത് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് വേവിക്കാം. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വേവിച്ചെടുക്കാൻ. ഏകദേശം 4-5 മിനിറ്റ് നേരമാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അടപ്പ് മാറ്റി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ തുടർച്ചയായി ഇളക്കി കൊടുക്കണം. അത് എന്തിനെന്ന് വെച്ചാൽ ഉപ്പുമാവിൽ വെള്ളത്തിൻ്റെ മയം ഉണ്ടെങ്കിൽ അതൊന്ന് നന്നായി മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നന്നായി ഇടവിട്ട് ഇളക്കി കൊടുക്കാൻ പറയുന്നത്. ഈ അളവിൽ ഉപ്പുമാവ് റെഡിയാക്കുകയാണെങ്കിൽ നല്ലതുപോലെ കഴിക്കുന്ന ഒരാൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയായിട്ട് എടുക്കാവുന്നതാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് ഓട്സ് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. സാധാരണ റവ കൊണ്ടുണ്ടാക്കുന്ന ഉപ്പുമാവ് ഇഷ്ടമല്ലാത്തവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഓട്സ് ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് ഇത്. അങ്ങനെ ഓട്സ് ഉപ്പുമാവ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.